ലോകമാണെങ്കിൽ ഇവിടെ അങ്ങനെയല്ല. നെയ്തലക്കാവ് അമ്മ തന്നെയാണ് എഴുന്നള്ളി വരുന്നത്. അത് ലോകത്തോടുള്ള പ്രഖ്യാപനമാണ്. മംഗളമരുളുകയാണ് ദേവിമാർ. ഈ വടക്കനാഥനെ സാക്ഷിയാക്കി ആ ഒരിക്കൽ കൂടി പൂരത്തിന്റെ പുതിയ പതിപ്പ് ഇവിടെ തുടക്കമാവുകയാണ്. ഈ പതിപ്പ് മറ്റെല്ലാ വർഷത്തെക്കാളും അനുപമമാക്കാൻ, മറ്റെല്ലാ വർഷത്തെക്കാളും ഗംഭീരമാക്കാൻ ഇതാ ഈ ജനനദിയുടെ കാത്ത് തയ്യാറെടുത്ത് കഴിഞ്ഞു. മധ്യാഹ്ന സൂര്യന്റെ രശ്മികൾ ആ നെയ്തലക്കാവമ്മയുടെ ഗജവീരന്റെ നെറ്റിപ്പട്ടത്തിൽ തട്ടിത്തിറങ്ങുമ്പോൾ എറണാകുളം ശിവകുമാർ തുമ്പിക്കൈ ഉയർത്തിപ്പിടിക്കുകയാണ്. പുഷ്പാഭിവാദ്യവുമായി എറണാകുളം ശിവകുമാറിനെ വരവേൽക്കുകയാണ്. ഇത് ലോകത്തോട് നമ്മൾ വിളിച്ചു പറയുന്ന നമ്മുടെ ഓരോ ഉത്സവം, ഓരോ ആഘോഷവും ജീവിതത്തോടുള്ള നമ്മളുടെ മറുപടിയാണ്. ഏതൊക്കെ പ്രതിസന്ധികളെ മറികടക്കാൻ, ആഘോഷത്തിന്റെ ആനന്ദത്തിന്റെ നിമിഷങ്ങൾ തീർക്കാൻ നമ്മൾ മനുഷ്യർ തയ്യാറാണ്. അത് ഗജവീരന്റെ പ്രൗഢിയോടെ, നമ്മുടെ വിശ്വാസങ്ങളുടെ അകമ്പടിയോടെ ഒരു പുരുഷാരം മുഴുവൻ, ഒരു നാട് മുഴുവൻ, ഒരു ലോകം മുഴുവൻ സമ്മേളിക്കുന്ന മഹാസംഗമ വേദിയായി ഈ തേക്കിൻകാട് മൈതാനിയെ മാറ്റുമ്പോൾ അത് എല്ലാവർക്കും ഒരുപോലെ ആസ്വദിക്കാൻ കഴിയുന്ന, ആഘോഷിക്കാൻ കഴിയുന്ന ആനന്ദത്തിന്റെ, പരമാനന്ദത്തിന്റെ നിമിഷങ്ങളാണ് മധുവേട്ട. സാമ്പിൾ കലക്കി ഇന്നലെ, അതിനേക്കാളും കലക്കുകയാണ് ഇപ്പോൾ എറണാകുളം ശിവകുമാറിന്റെ പുറത്തേറി നെയ്തലക്കാവമ്മ കടന്നു വരുന്നത്. അപ്പോൾ ദിവിഷ്, പ്രധാനപ്പെട്ട കാര്യം, നെയ്തലക്കാവമ്മ ഇവിടെ നിന്ന് പോകുന്നു, ശ്രീമൂലസ്ഥാനത്ത് ചെല്ലുന്നു, 3 വട്ടം ശംഖൂതുന്നു. ആ ശംഖധ്വനികൾ പ്രഖ്യാപിക്കുന്നു, ഇതാ ഇതാ പൂരം എത്തിക്കഴിഞ്ഞു, തട്ടകത്തുള്ളവരെ തയ്യാറെടുത്തുകൊള്ളൂ,